ചേട്ടാ, നമ്മുടെ തൃശ്ശൂർ മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിൽ ഇന്ന് 7 ജില്ലകളിൽ ഇന്നാണ് ഇലക്ഷൻ നടക്കുന്നത്. രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം 9-ാം തീയതി തിരുവനന്തപുരം മുതലുള്ള എറണാകുളം വരെയുള്ളത് ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ കോളിളക്കങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അറിയാലോ, ശ്രീലേഖയൊക്കെ ഉണ്ടാക്കി വെച്ചത് അതിൻ്റെ പിന്നിൽ കിടന്നിട്ട് ശബരിമല വിവാദം കത്തുമോ എന്നുള്ള സംശയം. കാരണം ഈ 9-ാം തീയതിയിലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ല അതിനകത്ത് ഉൾപ്പെടുന്നു, തിരുവനന്തപുരം കിടക്കുന്നു. അപ്പോൾ വിവാദങ്ങൾ കുറേയേറെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ തൃശ്ശൂർ മുതൽ അങ്ങ് വടക്കോട്ട് എന്തായിരിക്കും അവസ്ഥ? നമുക്കിനി 2 ദിവസം കൂടെ ഉള്ളൂ ഫലം അറിയാൻ വേണ്ടിയിട്ട്. ഏകദേശമൊക്കെ എല്ലാവർക്കും അറിയാം, എങ്കിലും എന്തായിരിക്കും ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുന്നണികളെല്ലാം വളരെ കോൺഫിഡൻസിലാണ്. ഇപ്പോൾ LDF ആണെങ്കിൽ തന്നെ LDF പറയുന്നത് LDF പൂർണ്ണമായും വിജയിക്കും, പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. മുഴുവൻ സീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാ സീറ്റുകളും കിട്ടും. അതേപോലെ UDF പറയുന്നുണ്ട്, UDFനും അനുകൂലമായ സാഹചര്യമാണ്. കാര്യം കേരളത്തിലെ ജനങ്ങൾ ഭരണവിരുദ്ധ വികാരം അവരുടെ ഉള്ളിലുണ്ട്. UDFന് അനുകൂലമായ മാനസികാവസ്ഥയിലാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങൾ ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇടത് വലത് മുന്നണികളെ മടുത്തു. അങ്ങനെ മടുത്തിട്ട് അവർ ഇനിയിപ്പോൾ NDA ആശ്രയിക്കാനാണ് പോകുന്നത്. ബാക്കി 2 മുന്നണികളും കള്ളന്മാരാണ്. ഒരാൾ ശബരിമല, ഒരാൾ വയനാട് ഫണ്ട്. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ വഞ്ചിക്കുകയും ജനങ്ങളെ അഴിമതി നടത്തുകയൊക്കെ ചെയ്യുന്ന 2 മുന്നണികളെയും വേണ്ട, പകരം മറ്റൊരു മുന്നണിയെ കൊണ്ടുവരാമെന്ന് പറയുന്ന ഒരു വലിയ പിന്നെ വികസിത കേരളം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതിനെ എല്ലാം പിന്തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടി NDA അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. നമ്മൾ പരിശോധിക്കുമ്പോൾ ഇനിയും ശരിക്കും LDF പറയുന്നതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ LDFന് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഗ്രാമപ്രദേശങ്ങളിലുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പെൻഷൻ പദ്ധതികൾ, അത് വലിയ ഒരു ഗുണം ചെയ്തു. LDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഗുണമുള്ള ഒരു കാര്യമാണ് പെൻഷൻ പദ്ധതി. പല നാടുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം അവിടെ കത്തി നിന്ന ഒരു കാര്യം, അവിടുത്തെ സ്ത്രീകൾക്ക് ഏകദേശം 15,000 രൂപ വെച്ച്, അവർ 10,000 രൂപ വെച്ച് ഏകദേശം 1.25 കോടി സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ ഒരുപാട് ഇതിനു മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഭക്ഷ്യക്കിറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തു. ആ കാലഘട്ടത്തിൽ കോവിഡ് വന്ന സമയം, പ്രളയം വന്ന സമയം, ഈ സമയത്തൊക്കെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്നൊരു കാര്യം ജനങ്ങളുടെ മുന്നിലുണ്ട്. അത് അതുകൊണ്ട് അതൊക്കെയാണ് LDFനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് കാര്യങ്ങൾ. പിന്നെ അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DYFഐയും അതോടെ യുവജന സംഘടനകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും വളരെ വലുതാണ്. ഇപ്പോൾ കോവിഡ് ഇവിടെ വന്ന സമയത്ത് പലരും അടച്ചുമൂടി വീടിനകത്തിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ DYFയിലെ പല ആൾക്കാരും പുറത്തുണ്ടായിരുന്നു. അവരെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, അങ്ങനെ ഇരിക്കുന്ന ആ വീടുകളിലേക്ക് മരുന്നുകൾ കൊണ്ടെത്തിക്കാൻ, അത് പ്രത്യേകം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ വീടുകളിലേക്ക് കിടപ്പ് രോഗികൾക്ക് വേണ്ട മരുന്നുകൾ കൃത്യമായി എത്തിക്കുന്ന ഒരു സമീപനം DYFയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഭക്ഷ്യക്കിറ്റുകൾ എത്തിക്കുന്ന ഭാഗമുണ്ടായി. ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചിലരെ വിളിച്ചിട്ട് പറയടേ, നമ്മുടെ വീട്ടിൽ പച്ചക്കറി തീർന്നിരിക്കുക, വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു DYFയുടെ ആൾ പോയിട്ട് പച്ചക്കറി മേടിച്ചുകൊണ്ടൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ നടപടിക്രമങ്ങളിലൂടെയും പൊക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ആ കോവിഡിൻ്റെയൊക്കെ ഒരു കാലം. അതിനുമ്പോൾ പ്രളയം വന്ന സമയത്തും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ വലുതായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പം മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവിടെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സംഘടനകളും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, 25 വീട് എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് DYF ഉണ്ടാക്കുന്നു. അതിനുവേണ്ടി പിരിവ് നടത്തിയിട്ട് ഏറ്റവും അവസാനം 20 കോടി രൂപ പിരിച്ച് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഒന്ന് അവരെ കളിയാക്കി, ആക്രി പെറുക്കി നടക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആക്രി പെറുക്കി വിൽക്കുന്നു, വീടുകളിൽ നിന്ന് കിട്ടുന്ന ആക്രി സംഭരിച്ച് വിൽക്കുന്ന പത്രങ്ങൾ, ഇതിങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ശേഖരിച്ച് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എടുത്തിട്ട് അവിടെ തട്ടുകട നടത്തി. അങ്ങനെ തുടങ്ങി ഒരുപാട് ചിലർ കൂലിപ്പണിക്ക് പോയി, ചില വീടിന്റെ ഇത് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടുവന്ന് ഇങ്ങനെയെല്ലാം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയാണ് DYF എന്ന് പറയുന്ന സംഘടന അത്രയും പണം സ്വരൂപിച്ച് കൊടുത്തത്. ഇതാണ് സർക്കാരും അല്ലെങ്കിൽ ഇടതുപക്ഷവും പിന്നെ DYF പോലെയുള്ള സന്നദ്ധ സംഘടനകളും അല്ലെങ്കിൽ യുവജന സംഘടനകളും ഒരു വലിയ ദുരന്തത്തെ നമ്മൾ നേരിട്ടപ്പോൾ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. അതെല്ലാം വളരെ കൃത്യമാണ്. ഇതെല്ലാം കൊണ്ട് സർക്കാരിന്റെ ഇതിലേക്ക് കൊടുക്കുകയാണ്, CMDRFലേക്ക് കൊടുക്കുകയാണ്. 100 വീടിനുള്ള പണം ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നൽകുന്ന ഒരു സമീപനം ഉണ്ടായി. അപ്പൊ ഇങ്ങനെ ഒരു കാര്യങ്ങൾ അങ്ങോട്ട് പൂർത്തീകരിച്ചതിന് ശേഷം അടുത്തത് ഇങ്ങനെ വരുമ്പോൾ DYFഐക്കും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരിനും ഒരു വലിയ പ്രാധാന്യം അവിടെ ഉണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതൊന്നുമല്ല. അതിപ്പോൾ കൊണ്ടുവരുന്ന മറ്റൊരു വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള.
ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഇപ്പോഴും ഹൈക്കോടതി കൃത്യമായ നിയന്ത്രണത്തിൽ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ അന്വേഷണം അങ്ങോട്ട് പൂർത്തിയാകട്ടെ. ഇപ്പം പത്മകുമാർ അറസ്റ്റിലായി, അല്ലാന്നുണ്ടെങ്കിൽ എൻ വാസു അറസ്റ്റിലായി, അതൊന്നും കാര്യമൊന്നുമില്ല. അവർ കൃത്യമായ അന്വേഷണങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെങ്കിൽ അങ്ങനെ. ഇപ്പൊ ഇനി അതിന് സംസ്ഥാന സർക്കാർ എങ്ങനെ ഇതാവും? ഇപ്പൊ തിരുവാഭരണ മോഷണം ഇത് ആദ്യത്തെ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി ആദ്യത്തെ പ്രശ്നമാണോ? അല്ല. കെ കരുണാകരന്റെ കാലഘട്ടത്തിൽ 1985 ഗുരുവായൂരിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട്. ഏറ്റവും 2016 മറ്റോ ആണ് നാഗപടത്താലി മാത്രം കണക്കിൽ നിന്ന് കിട്ടിയത്. ബാക്കി എവിടെ പോയി എന്ന് ചോദിച്ചാൽ അറിയില്ല. എനിക്ക് 4 എണ്ണം അങ്ങാണ്ടായിരുന്നു തിരുവാഭരണ മോഷണം പോയത്. 3 എണ്ണം ഇപ്പോഴും മിസ്സിങ്ങാ. 85 നടന്നാണെന്ന് ആലോചിച്ച് നോക്കണം. എത്ര 40 വർഷത്തോളം മുൻപ് നടന്ന ഒരു ഇത് മോഷണ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു. അത് ഇതുവരെ അന്വേഷണം പൂർത്തീകരിച്ചോ? അന്വേഷണത്തിൽ ആ താളികൾ കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴും അതിൽ ആർക്കും അന്വേഷണം വേണ്ട. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ഇല്ല. 85 നടന്നാണ്ടായിരിക്കും അന്വേഷിക്കാത്തത്. അപ്പൊ അങ്ങനെ വലിയ വിഷയം, അത് കോടികൾ വിലമതിക്കുന്ന സാധനമാണ്. ഗുരുവായൂർ ഈ പറയുന്ന പോലെ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വികാരം തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വികാരം തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇവരെയൊക്കെ അപ്പൻ എന്നല്ല ചേർത്ത് വിളിക്കുന്നത്. അയ്യപ്പൻ, ഗുരുവായൂരപ്പൻ അല്ലെ, വൈക്കത്തപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കൊക്കെ അങ്ങനെ ഒരു അപ്പൻ പോസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള പിന്നെ അഴിമതി അന്ന് നടന്നിട്ടുണ്ട്. ഇനി ശബരിമല സ്വർണം മോട്ടിച്ചു എന്ന് പറയുന്നു. മുഖ്യമന്ത്രി പ്രതിയാണോ? അല്ല, മുഖ്യമന്ത്രി പ്രതിയേ അല്ല. ഇവിടെ ഇരുന്നിരിക്കുന്ന VN വാസവൻ പ്രതിയാണോ? ഇപ്പോഴത്തെ മന്ത്രിയിലുള്ള അല്ല. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ പ്രതിയാണോ? അല്ല. ഇനിയും ഇദ്ദേഹം പ്രതിയാണോ? നമ്മുടെ ഇപ്പോഴത്തെ PS പ്രശാന്ത് പ്രതിയാണോ? അല്ല. അതിന് മുമ്പിരുന്ന ആള് പ്രതിയാണോ? അല്ല. അപ്പൊ പിന്നെ ആരാണ് പ്രതിസ്ഥാനത്ത് വരേണ്ടത്? അപ്പൊ അന്വേഷണം പുരോഗമിക്കുന്നു. അന്വേഷണം പുരോഗമിച്ച ഒടുവിൽ അതിന്റെ റിസൾട്ട് വരട്ടെ. പിന്നെ അല്ലാതെ ശബരിമല വിഷയം എടുത്ത് കത്തിച്ചിങ്ങനെ ആളി പടർത്തിയിട്ട് എന്താണ് കാര്യം? അതിനൊരു കാര്യമില്ല. അതൊന്നും തെരഞ്ഞെടുപ്പിനെ അത് കാര്യമായി ബാധിക്കില്ല. കാര്യം വിശ്വാസം എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ്. അതല്ല ഇല്ല എന്ന് പറയുന്നില്ല. വിശ്വാസം ഒരു വശത്ത് നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏത് ആളും ചിന്തിക്കുന്നത്. അയ്യപ്പന്റെ സ്വർണം പോയി, ഇവിടെ റോഡുകളെല്ലാം കുളമായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അയ്യോ അയ്യപ്പന്റെ സ്വർണം പോയല്ലോ എന്നല്ല ആളുകൾ പരിതപിക്കുന്നത്. ഇവിടെ റോഡ് മോശമാകുന്നു, റോഡിൽ ആക്സിഡന്റുകൾ ഉണ്ടാവുന്നു. അതാണ് ജനത്തിന് പ്രാധാന്യം. ഒരു ആശുപത്രി ചെല്ലുമ്പോൾ മതിയായ ചികിത്സ ലഭിക്കുന്നു. അപ്പൊ ചികിത്സ ലഭിച്ചില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് ചികിത്സ വേണ്ട, എനിക്ക് അയ്യപ്പന്റെ സ്വർണം കിട്ടിയാൽ മതി എന്ന് ഏതെങ്കിലും ഒരു രോഗി പറയുമോ? ഇല്ല. ഹാർട്ട് സർജറിക്ക് കയറുന്ന അല്ലെങ്കിൽ ലിവർ കരള് മാറ്റി വെക്കാൻ ശസ്ത്രക്രിയ ചെയ്യാൻ കയറുന്ന ഒരാൾ വന്നിട്ട് പറയും എനിക്ക് അയ്യപ്പന്റെ സ്വർണം കിട്ടിയാൽ മതി, എനിക്ക് ലിവർ മാറ്റി വെക്കണ്ട, അല്ലെ എന്റെ ഹൃദയം മാറ്റി വെക്കണ്ട എന്ന് ഏതെങ്കിലും രോഗി പറയുമോ? ഇല്ല. അവർക്ക് അവരുടെ ഹാർട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അത്താഴപ്പട്ടിണി കിടക്കുന്ന ഒരാൾ അയ്യപ്പന്റെ സ്വർണം മതി, എനിക്ക് അത്താഴപ്പട്ടിണി കിടന്നാലും ഞാൻ സാരമില്ല, ഞാൻ സഹിച്ചോളാം എന്ന് ആരെങ്കിലും പറയൂ? ഇല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ പെൻഷൻ മേടിക്കുന്ന എല്ലാവരോടും എഴുതി കൊടുക്കട്ടെ ഞങ്ങൾക്ക് ആർക്കും പെൻഷൻ വേണ്ട, പകരം ഞങ്ങൾക്ക് അയ്യപ്പന്റെ സ്വർണം മതി എന്ന് ഇവിടുത്തെ 64 ലക്ഷത്തിലധികം ആൾക്കാർക്കാണ് ഇവിടെ സംസ്ഥാന സർക്കാർ പെൻഷൻ കൊടുക്കുന്നത്. ആ 64 ലക്ഷം പേര് എഴുതി കൊടുത്താൽ പോരെ? എഴുതി കൊടുക്കാൻ തയ്യാറുണ്ടോ? അവർക്ക് വേണ്ട എന്താ? അവർക്ക് വേണ്ടത് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. വിശ്വാസം എന്ന് പറയുന്നത് വേറൊരു ഘട്ടമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ 3.5 കോടി ജനങ്ങളുണ്ട്. എല്ലാവരും ശബരിമലയിൽ പോകുന്നുണ്ടോ? എല്ലാവരും ശബരിമലയിൽ പോകുന്നില്ല. ഞാൻ ഈ വിശ്വാസത്തിനെതിരല്ല പറയുന്നത്. എല്ലാവരും ശബരിമലയിൽ പോകുന്നില്ല, പക്ഷെ എല്ലാവരും വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വിശ്വാസത്തിന്റെ പേരിൽ പിന്നെ ഇതിനെ ശരിക്കും പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് കാണിച്ചിട്ട് കാര്യമുണ്ടോ? ശബരിമല സ്വർണ്ണക്കൊള്ള അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ശബരിമല അയ്യപ്പന്റെ സ്വർണം പോയത് കുറ്റകരമായ പ്രശ്നം തന്നെയാണ്. അതിൽ പാർട്ടി നിയോഗിച്ചിട്ടുള്ളവര് തെറ്റ് കാണിച്ചിട്ടുണ്ട്, അത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി കുറ്റപത്രം തയ്യാറായി കഴിയുമ്പോൾ പാർട്ടി നിലപാടെടുത്തിരിക്കും. അത് കാര്യം പാർട്ടി സെക്രട്ടറി വളരെ കൃത്യമായി പറയുകയും ചെയ്തു കഴിഞ്ഞതാണ്. പിന്നെ അതിനെ ജനങ്ങൾ ഒരു വോട്ടിന്റെ കാര്യത്തിൽ പിന്നെ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് നമ്മുടെ സംശയം. അത് പ്രതിഫലിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. കാര്യം ആശുപത്രിയിൽ പോകുന്നവർ ഇപ്പൊ ഏറ്റവും അധികം കാത്ത് ലാബ് നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങിയത് ഈ പിന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് കാത്ത് ലാബ് ആരംഭിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരെണ്ണം പോലും കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത്. കണ്ണു തുറന്ന് കാണേണ്ട കാര്യങ്ങളാണ്. കാത്ത് ലാബിന്റെ എണ്ണം കാത്ത് ലാബ് ഇവിടെ കൂടിയിട്ടുണ്ട്. ഡയാലിസിസ് കേന്ദ്രങ്ങൾ നമ്മൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മതി ജനങ്ങൾക്ക്. ഇതാണ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ. നമ്മൾ അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ചാണ് ചോദ്യം ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് അടിസ്ഥാന പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ അടിസ്ഥാന വികസനങ്ങളിൽ എന്തൊക്കെ മുന്നേറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്, അതാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത്. കോവിഡ് സമയത്ത് പട്ടിണി കിടന്നിട്ടില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കോവിഡ് സമയത്ത് ആരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ശബരിമലയിൽ അയ്യപ്പനെ തൊഴാൻ? അന്ന് മണ്ഡലകാലം വന്നു പോയായിരുന്നല്ലോ. മണ്ഡലകാലത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് നമുക്ക് ഇവിടെ കോവിഡ് ലോക്ക്ഡൌണിലേക്ക് എത്തുന്നത്. മണ്ഡലകാല സമയത്താണ് കോവിഡ് ഇവിടെ പിടിക്കുന്നത്. ആ കാലത്ത് ആർക്കും പോകണ്ടായിരുന്നല്ലോ. തൊട്ടടുത്ത വർഷം മണ്ഡലകാലത്തിൽ ആരും പോയില്ലല്ലോ. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചുകൊണ്ട് കൃത്യമായ ആൾക്കാരുടെ എണ്ണം നോക്കി കുറിച്ചുകൊണ്ട് ഇവിടെ ശബരിമലയിലേക്ക് ആളിനെ കടത്തി വിട്ടിരുന്നു. ആ സമയത്ത് അന്നേരം വിശ്വാസികൾ സമരം ചെയ്തില്ലല്ലോ. ഞങ്ങളെ എല്ലാവരും കയറ്റിവിടുന്ന സമരം ചെയ്തില്ലല്ലോ. എന്താ സമരം ചെയ്യാഞ്ഞേ?
എന്താ ചെയ്യാഞ്ഞ്? അപ്പൊ അതേസമയം ആഹാരം കിട്ടിയില്ലെങ്കിൽ സമരം ചെയ്തേനെ. അതാണ് അടിസ്ഥാന പ്രശ്നം. അന്നത്തെ അടിസ്ഥാന പ്രശ്നം അതാ. ഇന്നും അടിസ്ഥാന പ്രശ്നങ്ങളിൽ മാറ്റം വരുന്നില്ല. കിടക്കാൻ വീടില്ല. 4.5 ലക്ഷത്തിലധികം വീടുകൾ സംസ്ഥാന സർക്കാർ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം കൊടുക്കുമ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരിനെ വേണമോ? അതല്ല ഇപ്പൊ ഈ വയനാട്ടിൽ സംഭവിച്ച പോലെ വയനാട്ടുകാരെ ദ്രോഹിച്ച് അവർക്ക് വേണ്ടി കിട്ടിയിട്ടുള്ള ഫണ്ട് മുഴുവൻ തട്ടിച്ചും വെട്ടിച്ചും മുടിപ്പിച്ച് കളഞ്ഞ ഒരു മുന്നണിയെ വേണം. അതല്ലേ ജനങ്ങൾ അത് ചിന്തിക്കും. ജനങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എവിടെ ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തിൽ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പെൻഷൻ തരാത്ത ഒരു ഇതിന് വേണോ? പവർ കട്ട് ഉണ്ടായിരുന്നു, ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു, 100% ലോഡ് ഷെഡിങ് ഇവിടുത്തെ വ്യവസായങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ജനറേറ്റർ വെച്ചാൽ പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം വീണ്ടും മടങ്ങി പോകണോ? ഇത് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. ശരിക്കും ജനങ്ങൾക്കിടയിൽ സംസാരിക്കപ്പെടേണ്ട, ജനങ്ങൾ തിരിച്ചറിയപ്പെടേണ്ട ചില കാര്യങ്ങൾ അതൊക്കെയാണ്. അന്ന് സോളാർ അഴിമതി കേസ് ഇവിടെ ഉണ്ടായി. അതോടൊപ്പം പിന്നെ സൈൻ ബോർഡ് ഹൈവേകളിൽ സൈൻ ബോർഡ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അഴിമതി ഉണ്ടായി. അന്ന് സ്കൂളുകളിൽ കൊടുത്ത ഉച്ചക്കഞ്ഞിക്ക് ആദ്യം ചത്ത എലിയെ കിട്ടി. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് പോണോ? നമ്മൾ ആ ഒരു തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അന്ന് ഉച്ചക്കഞ്ഞിക്ക് ആദ്യം ചത്ത എലിയെ കിട്ടി. ഇന്ന് കുട്ടികൾ കഴിക്കുന്നത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെനു ആണ്. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ബിരിയാണി വരെ കുഞ്ഞുങ്ങൾ ഇന്ന് കഴിക്കുന്നുണ്ട് സ്കൂളിൽ. അതുപോലെ കൃത്യമായി പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളുടെ കയ്യിലെത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് 2016 അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ അതേതോ കാളവണ്ടി യുഗം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കുട്ടികൾക്ക് സ്കൂൾ പോകുമ്പോൾ അവർക്ക് പഠിക്കാൻ പുസ്തകങ്ങളില്ല. അപ്പൊ അബ്ദുറബിന് ഒരിക്കൽ പറയേണ്ടി വന്നു, ഓണം ഇങ്ങനെ നേരത്തെ എത്തി, ചിങ്ങത്തി വരേണ്ട ഓണം ഇത്തവണ പിന്നെ എന്താ പറയാ കർക്കിടകത്തിൽ ഉണ്ടായ. അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? അങ്ങനെ ഓണം വന്നുപോയി എന്നാണ് ആ പുള്ളി പറഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നത്. ആ ഒരു ഇരുണ്ട യുഗം എന്നാണ് ശരിക്കും ഉമ്മൻചാണ്ടിയുടെ ആ ഭരണ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത്. ആ യുഗത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണോ എന്നുള്ള കാര്യം നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പിന്നെ ഈ പറയുന്ന ശബരിമല വിഷയം ഇവിടെ വലുതായിട്ട് കത്തിപ്പെടാനുള്ള സാധ്യത, ശബരിമല വിഷയം ഒരു കാലഘട്ടത്തിലും നമ്മളുടെ ഇവിടെ വോട്ട് ബാങ്കിനെ സ്വാധീനിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം 2018 19 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അന്ന് ഉണ്ടായിരുന്ന ഒരു വലിയ മെച്ചം എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി ഇറക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രി എന്നുള്ള ഒരു തോന്നലുണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് കോൺഗ്രസ് വൻപിച്ച വിജയം നേടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുക ചെയ്തത്. ആ പ്രതീതിയുടെ പിൻപറ്റി നിന്നുകൊണ്ടാണ് കേരളത്തിൽ അത്രയും വലിയൊരു വിജയം ഉണ്ടാകുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ചരിത്രമായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു തവണ മാത്രമാണ് രണ്ടുപേരും തുല്യാതുല്യം വന്നത്. അതായത് UDF-ഉം LDF-ഉം തുല്യമായി വന്നത്. എല്ലാ കാലഘട്ടത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് തന്നെയായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ശബരിമലയിൽ പിന്നെ സ്ത്രീ പ്രവേശന വിഷയമാണ് ഇതിന്റെ അടിസ്ഥാന കാരണം ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞത് എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. അത് അന്നും നമ്മൾ മണ്ടത്തരം തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ ഇപ്പോ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന് എന്താണ് ഉയർത്തി കാണിക്കാനുള്ളത്? ഞങ്ങൾ ഇത് ചെയ്തു, ഞങ്ങൾ ഈ കാര്യങ്ങളിൽ കള്ളത്തരമുണ്ട് എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ച് കോടതിയിൽ അവതരിപ്പിച്ച് ഇവിടുത്തെ ഒരു മന്ത്രിയെ ഞങ്ങൾ ശിക്ഷിപ്പിച്ചു എന്ന് പറഞ്ഞ് കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും ഉണ്ടോ? പണ്ട് ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ള അകത്ത് പോയതാ. ബാലകൃഷ്ണപിള്ള അകത്ത് പോയ ഒരു വ്യക്തിയാ. അങ്ങനെ ആരെയെങ്കിലും ഒരാളെ ഒരു ശിക്ഷിച്ച് അകത്ത് വിടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന ഇന്നത്തെ പ്രതിപക്ഷത്തിന്? കഴിഞ്ഞിട്ടില്ല. ഈ പ്രതിപക്ഷത്തുള്ള MLA-മാർ 3 തവണ നാണം കെട്ടു. ഒരു രമേശ് ചെന്നിത്തല, VD സതീശൻ, മാത്യു കുഴൽനാടൻ, ഇവര് 3 പേര് നാണം കെട്ടുപോയി. ഈ 3 പേരും കോടതിയിൽ നിന്ന് നാണം കെട്ടിറങ്ങി വന്നവരാ. അപ്പൊ പിന്നെ ഇവരെന്താ ചെയ്തിട്ടുള്ളത്? തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ജനങ്ങളെ. അത് ജനങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള കുറെ ആരോപണങ്ങൾ ഞങ്ങൾക്കെതിരെ സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അവിടെയാണ് വേറൊരു പ്രശ്നം കൂടി ഇരിക്കുന്നത്. അവരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇന്നലെ ചെന്നിത്തല ഒരു പ്രസ്താവന പറഞ്ഞല്ലോ. അപ്പൊ ഇത് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ച് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ഇന്നലെ അങ്ങനെ ഒരു വ്യവസായി എടുത്തിട്ടത്. അതെ, അത് തീർച്ചയായിട്ടും. എന്നിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം മൊഴി നൽകാൻ പോയോ? അദ്ദേഹം അങ്ങോട്ട് SIT വിളിച്ചപ്പോൾ SIT പറഞ്ഞു അത്ര ചില സാങ്കേതിക കാരണങ്ങളുണ്ട്, താങ്കൾ വരണ്ട, ഇന്ന് മൊഴി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു എന്ന് തൊട്ടടുത്ത ദിവസം പുള്ളി പ്രതികരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം, അങ്ങനെ ഒരു വ്യവസായി ഇനി ഉണ്ടോ? അപ്പൊ ഇന്ന് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് മാത്രം പറഞ്ഞതാ. ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം കൊടുക്കാൻ, ആരോ ഉണ്ട്, ഒരു മുതലാളിക്ക് ഈ കാര്യങ്ങളല്ലേ, ആ വ്യവസായിക്ക് കാര്യങ്ങളെല്ലാം അറിയാം എന്ന് ജനങ്ങളിൽ ഒരു തോന്നലുണ്ടാകും. അതിനപ്പുറത്തേക്ക് അവിടെ യാതൊരു പ്രാധാന്യവും സത്യത്തിൽ ഈ പറയുന്ന ചെന്നിത്തലയുടെ പ്രസ്താവനയ്ക്കില്ല. നമ്മൾ മനസ്സിലാക്കിയാൽ മതി അത്. ഇത് പിന്നെ നമ്മൾ പറയുന്ന പോലെ ഈ UDF അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന മുന്നണികൾ എന്ത് മെച്ചം നമ്മുടെ നാടിന് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ 10 വർഷം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി ഏറ്റവും ഒടുവിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണോ വരേണ്ടത്? ഈ 10 വർഷം കൊണ്ട് അവരുണ്ടാക്കി വെച്ചത് ഒന്ന് വിൻസെന്റ്
പിന്നെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് അവരെ തല്ലി വധശ്രമത്തിന് കേസ്, എൽദോസ് കുന്നപ്പള്ളി വധശ്രമത്തിന് കേസുണ്ട്. ഒരു ടീച്ചറായിട്ടുള്ള ഒരു യുവതിയെ പിന്നെ കോവളത്തും അവിടെ ഇവിടെയെല്ലാം വെച്ച് പീഡിപ്പിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പറയുന്ന കേസ് നിലനിൽക്കുന്നു. ഇതോടൊപ്പം തന്നെ വേറൊരു സ്ത്രീ, പിന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരുത്തൻ, നെയ്യാറ്റിങ്കര നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ്, പിന്നെ VS ശിവകുമാറിന്റെ ഏറ്റവും അടുത്ത അനുയായി, ഒരു സ്ത്രീയെ പിന്നെ മണ്ണെണ്ണ ഒഴിച്ച് തീ വെച്ചിട്ട് മരണപ്പെട്ടു. ആരാ ഉത്തരവാദി? ആ കോൺഗ്രസ്സുകാരനാണ്. അപ്പം പിന്നീട് ഇപ്പൊ ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഇപ്പൊ അടുത്ത കേസ് വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടി നടന്ന് പീഡിപ്പിക്കുന്ന ഒരുത്തൻ. അപ്പൊ ഇങ്ങനെ കുറെ സ്ത്രീ പീഡന പരമ്പരകൾ ഉണ്ടാക്കി വെക്കുക എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇന്നത് ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി. ഇവരാകപ്പാടെ ചെയ്ത് പിന്നെ നമ്മുടെ അടിമാലിയില് ഇവർക്ക് മറിയക്കുട്ടി ചേട്ടത്തിക്ക് വീട് വെച്ച് കൊടുത്തു. അതാണ് അവര് ചെയ്ത ഒരു പ്രവൃത്തി. എന്നിട്ട് മറിയക്കുട്ടി എന്ത് ചെയ്ത് BJP-യിലേക്ക് ചാടി അല്ലെ. എന്നിട്ട് പി പത്മജ, ആ കോൺഗ്രസിനകത്തുണ്ടായ വലിയ മാറ്റങ്ങളാണ്. പി പത്മജ BJP-യിലേക്ക് പോയി. വലിയ എണ്ണം പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ മകളാണ് പോയത്. അപ്പൊ അവര് BJP-യിലേക്ക് പോകുന്നു. അവര് അപ്പോഴും പിന്നെ ഈ കെ മുരളീധരൻ അടക്കമുള്ള ഒരാൾ അവിടെ നിൽക്കുന്ന സമയത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെ തന്തയ്ക്ക് വിളിച്ചു, കല്യാണിക്കുട്ടിയമ്മയ്ക്ക് വിളിച്ചു അല്ലെ. ഇങ്ങനെയെല്ലാം ഇതല്ലാതെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന കാര്യം ഞങ്ങൾ ചെയ്തു, വയനാട്ടിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഇത്ര വീടുകൾ വെച്ചു കൊടുത്തു, കാണിച്ചതാ, ചൂണ്ടിക്കാണിക്കട്ടെ. നിങ്ങൾക്ക് അത്ര ആർജവമുള്ള ചെയ്ത് കാണിച്ചു തരണം. ഞങ്ങൾ ഇത്ര വീട് വെച്ചു കൊടുത്തു, ദേണ്ട കിടക്കുന്നു. സംസ്ഥാന സർക്കാർ നടത്തിയ തീവെട്ടിക്കൊള്ള അതേ കിടക്കുന്നു, എവിഡൻസ് എടുത്തങ്ങോട്ട് കോടതിന് മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യിക്കണമായിരുന്നു. തന്റെ ഇടം ഉണ്ടായിട്ടുണ്ടോ? അതിനുള്ള തന്റെ ഇടം ഈ പറയുന്ന UDF-ൽ ഏതെങ്കിലും ഒരു നേതാവിന് ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഇവിടെ നിന്ന് പറയുന്നതല്ലാതെ അല്ല. നിയമസഭ കൂടി കഴിയുമ്പോൾ പിന്നെ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിനിടയ്ക്ക് അടിയന്തര പ്രമേയം കൊണ്ടുവന്നു അല്ലെ. ഇവിടുത്തെ പോലീസ് അട്രോസിറ്റീസ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. അങ്ങനെ ഓരോ അടിയന്തര പ്രമേയവും പ്രതിപക്ഷത്തിന്റെ അടിയന്തരമാവുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അവരെ കൊന്നു കൊല വിളിക്കുകയാണ്. തെളിവുകൾ അടക്കം നിരത്തി അങ്ങോട്ട് കൊടുക്കുമ്പോൾ പ്രതിപക്ഷം എന്ത് ചെയ്യും? ഇതിൽ പ്രതിഷേധിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുന്നതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്തു. അങ്ങനെ ഒരു ഗതികേടുണ്ടായ ഒരു മുന്നണി വേറെ ഏതെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ഗതികേടുണ്ടോ ഒരു പ്രതിപക്ഷം ഇതിന് മുമ്പോ പിൻപോ ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി UDF തന്നെയാണ് ചിലപ്പോൾ വീണ്ടും ഉണ്ടായേക്കാം. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നു, ഇവിടെ സ്പീക്കർ അങ്ങോട്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുന്നു, അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് മറുപടി ആകുമ്പോഴത്തേക്ക് ഇറങ്ങി പോകുന്നു. ഇതാണോ ഇത്ര ഗതികെട്ട? ഞാൻ സീരിയസ് ആയിട്ട് ഇത്ര ഗതികെട്ട ഒരു മുന്നണിയും പ്രതിപക്ഷവും ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല, നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലായിരുന്നേ. അപ്പൊ ഇവരാണ് പറയുന്നത് കേരളത്തിൽ ഇവിടെ വലിയ ഭരണവിരുദ്ധ വികാരം UDF-ന് അനുകൂലമായിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നതെന്ന്. വടക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. കാര്യം എന്താ, അവിടെ മതരാഷ്ട്രവാദികളായ SDPI-ക്കാരും ജമാഅത്തെ ഇസ്ലാമിയും പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുക. ആ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആൾ ഇതിന്റെ ഏജന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഈ പറയുന്ന തീവ്രവാദികളെ സ്വന്തം തട്ടകത്തിലേക്ക് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജന്റ് ആണെന്ന് വരെ ആക്ഷേപം ഉയരുന്നുണ്ട്. ആർക്കെതിരെ? ഈ ഷാഫി പറമ്പിലിനെതിരെ അല്ലെ. അവിടെ PC വിശ്വനാഥും KC വേണുഗോപാലും ഈ ഷാഫിയും കൂടെ 3 പേരുടെ ചേർന്ന് നടത്തുന്ന കള്ളക്കളികളാണ് അവിടെ നടക്കുന്നത് മുഴുവൻ മലബാർ മേഖലയിൽ. അല്ലാതെ അവിടെ എന്ത് വികസനം കിട്ടിയിട്ടാ? ഇപ്പൊ കോഴിക്കോട് ഇപ്പൊ അടപടലും പിടിച്ചെടുക്കുമെന്നാ പറയുന്നത്. അപ്പോഴും ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെ ഒക്കെ പിന്തുണയുണ്ടെന്നേ. മുസ്ലിം ലീഗ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് അവിടെ തൊടാൻ കഴിയാത്ത മേഖലയായി മാറും UDF-നെ സംബന്ധിച്ചിടത്ത്. അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ അതിന്റെ പിൻബലത്തിലാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് ഭരണം ഇങ്ങ് കിട്ടുമെന്ന്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വയനാട്ടിൽ ഞങ്ങൾ സ്ഥലം ഇപ്പം അടുത്ത മാസം രജിസ്റ്റർ ചെയ്യുമെന്നുകൊണ്ട് ഒരാൾ വിളിച്ചു പറയുന്നത്, T സിദ്ദിഖ്. അല്ല, പക്ക ബ്ലണ്ടറാണ് പറയുന്നത്, പക്ക മണ്ടത്തരം. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല. ഫണ്ട് ജനങ്ങളെ കബളിപ്പിച്ച് ഫണ്ട് അടിച്ചു മാറ്റി അവരാണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഫണ്ട് ഉപയോഗിക്കുകയും ചെയ്തു. ഈ പറയുന്ന പോലെ ഇവർക്കെതിരെ നടപടിയുണ്ട്. യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിച്ചു കൊടുക്കാത്ത യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ നടപടി വരുമെന്ന് ആര് പറഞ്ഞു? രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. എന്നിട്ട് എത്ര മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ നടപടി എടുത്തു? വിരലിലെണ്ണാവുന്ന 150 മണ്ഡലം കമ്മിറ്റികളുണ്ട്. ഈ 150 മണ്ഡലം കമ്മിറ്റിയിൽ 10 പേർക്കെതിരെ പോലും നടപടി ഉണ്ടായിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? ബാക്കി വരുന്ന 130ഓളം വരുന്ന മണ്ഡലം കമ്മിറ്റിക്കാർ 2.5 ലക്ഷം വാങ്ങാണ്ടാണ് അവർക്ക് ടാർഗറ്റ് കൊടുത്തിരുന്നത്. അത് കൃത്യമായി പിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നല്ലേ എന്റെ അർത്ഥം? അത് തന്നെയല്ലേ എന്റെ അർത്ഥം? അപ്പൊ എത്ര കോടി രൂപ ഇവിടേക്ക് കയറിയിട്ടുണ്ട്? നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന 150 മണ്ഡലം കമ്മിറ്റിയും പിരിച്ചു വേണ്ടതാ, പൈസ കിട്ടിയില്ല എന്ന് പറയാനാണെങ്കിൽ അങ്ങനെ ഒരു നടപടി ഇവിടെ ഉണ്ടായോ? ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ വാർത്തയായനെ. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിലെ പൊന്തൂലായനെ. അവന്റെ തലയിൽ കോഴിത്തൂലുണ്ട്, അത് വേറൊരു കാര്യം. അതിൽ പൊന്തൂലായി മാറിയേനെ അല്ലേ അത്. അപ്പൊ അങ്ങനെ അതുപോലും ചെയ്യാൻ കഴിയാത്ത ഒരു മുന്നണി വന്നിട്ട് പറയാണ് ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയിലാണ്, ഇവിടെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, UDF-ന് അനുകൂലമായി ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ആരും വിശ്വസിക്കത്തില്ല. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു LDF-ന് തന്നെ മുൻതൂക്കം ഉണ്ടാവാനുള്ള സാധ്യതയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP എന്താണ് ശരിക്കും പറഞ്ഞാൽ? BJP വെട്ടിലാണ്.
BJPയെ സംബന്ധിച്ചിടത്തോളം BJPയിൽ ഒരു രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖറിന് ഇപ്പൊ പ്രധാനപ്പെട്ട ഒറ്റ ലക്ഷ്യമുള്ളൂ തിരുവനന്തപുരത്ത് നിയമത്തിൽ സ്ഥാനാർത്ഥിയാവണം. അവിടെ കിടന്ന് കറങ്ങത്തേയുള്ളൂ. അവിടെ കിടന്ന് ഇറങ്ങാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പറയുന്ന തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ കിടക്കുന്ന ജില്ലകളിൽ എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും പോയിട്ടുണ്ടോ ഈ രാജീവ് ചന്ദ്രശേഖർ? വികസിത കേരളം എന്ന് പറഞ്ഞിട്ട് വലിയ വായി പറഞ്ഞു നടക്കുന്നില്ല. എന്തോ വികസിത കേരളം? എന്നാൽ ഈ വികസിത കേരളം എന്ന് പറയുന്ന ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു പത്രിക ഇറക്ക്, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ വികസിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പത്രിക ഇറക്കിക്കേ. വികസിത തിരുവനന്തപുരം, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ വികസിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പത്രിക ഇറക്ക്, കൃത്യമായി നിങ്ങളൊരു അജണ്ട ഇറക്ക്. അതിന് തയ്യാറായിട്ടില്ല എന്ന് വെച്ചാൽ വികസിപ്പിക്കാൻ ഇവിടെ ഇനി കണ്ടെത്തണം അവർക്ക്. ഞങ്ങൾ ഇനി എന്താണ് വികസിപ്പിക്കേണ്ടത് എന്നുള്ളത് കണ്ടെത്തിയിട്ട് വേണം അവർക്ക് വികസിപ്പിക്കാൻ. അല്ലാതെ ബാക്കി എല്ലാ മേഖലകളും ഓരോ മേഖലകൾ തിരിച്ചിട്ടല്ലേ, ഓരോ മേഖലകളിലും ഓരോ മന്ത്രിമാര് ഭരിച്ചുകൊണ്ട് അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ വികസനത്തിന്റെ പാതയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതാണ് വികസിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പിന്നെ ഇയാൾ പറയട്ടെ. അതിനിടെ R. ശ്രീലേഖ എന്ന് പറയുന്ന ഒരാള് കാണിച്ചു കൂട്ടിയ മണ്ടത്തരങ്ങൾ. അതോടൊപ്പം തന്നെ അവിടെ പിന്നെ ഈ പറയുന്ന കേരളം ഒട്ടുക്ക് ചർച്ച ചെയ്യപ്പെട്ടതാണ് തിരുമല അനിലിന്റെ മരണം. അവിടെ ഇപ്പൊ ആനന്ദ് K. തമ്പിയുടെ മരണം, അനന്തു എന്ന് പറയുന്ന ഒരു RSS ഉണ്ടായിരുന്ന ഒരു ടെക്കി, അവൻ ആത്മഹത്യ ചെയ്തത്. അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ പിന്നെ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് MS കുമാർ എന്ന് പറയുന്ന മുൻ BJP വക്താവിന്റെ ഒരു പ്രതികരണം, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ തുറന്നെഴുത്ത്. അപ്പൊ ഇതെല്ലാം കൂടി BJP സമ്മർദ്ദത്തിലാണ്. പിന്നെ ജനങ്ങൾ പറയും മാറ്റത്തിനൊരു വോട്ട്, അതേ അവർക്ക് പറയാൻ പറ്റൂ. UDF-നും LDF-നും ഒരു മാറ്റം ഉണ്ടാകട്ടെ. ഇവര് മൊത്തം കള്ളന്മാരല്ലേ. സുരേഷ് എന്ന് പറയുന്നവരുടെ 43 ലക്ഷം രൂപ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുതിയ വാർത്ത വന്നില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഭരണം കിട്ടുന്നതിന് മുമ്പ് തന്നെ വെട്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഭരണം കിട്ടുന്നതിന് മുമ്പ്, എന്തിന് പ്രതിപക്ഷത്തെത്തുന്നതിന് മുമ്പ്, ഒരു MLA പോലും ആവുന്നതിന് മുമ്പ് വെട്ടിക്കാൻ തുടങ്ങി. ഈ വെട്ടിക്കാൻ തുടങ്ങിയ ആൾക്കാർ ഇനി അങ്ങോട്ട് ഭരണം കിട്ടിയുള്ള അവസ്ഥ ഏതറ്റം വരെ അവർ വെട്ടിക്കും? ഒരു മനുഷ്യന്റെ ഫാം ടൂർ സൊസൈറ്റിയിൽ ആ മനുഷ്യൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പറ്റിച്ചുകൊണ്ട് നിക്ഷേപകരുടെ പൈസ അടിച്ചു മാറ്റിയവരാണെന്ന് ഈ കോൺഗ്രസ് നേതാക്കന്മാര്, വലിയ പ്രമുഖ നേതാക്കന്മാരുണ്ടെന്നേ. എന്നിട്ട് ആ മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തു. പച്ചയ്ക്ക് പറഞ്ഞ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തേണ്ട വകുപ്പുകളാണുള്ളത്. ഇതെല്ലാം ചെയ്തവരാണ് BJP-ക്കാർ. എന്നിട്ട് BJP-ക്കാർ വികസിത കേരളം എന്ന് പറഞ്ഞിട്ട് പദ്ധതി ഇട്ടുകൊണ്ട് നടക്കുക. അവിടെ തിരുവനന്തപുരത്ത് പറഞ്ഞിരിക്കുന്ന 45 ദിവസത്തിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് വികസിത തിരുവനന്തപുരത്തെ കുറിച്ച് പദ്ധതി പ്രഖ്യാപിക്കുമെന്ന്. വികസന രേഖ അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയാണോ? ഇവിടെ പ്രധാനമന്ത്രി അവതരിപ്പിച്ചു പോലുള്ള വികസന പദ്ധതികൾ പലതും ഇവിടെ നടന്നിട്ടില്ല. വയനാട്ടിൽ വന്ന് കണ്ട് ഇവിടെ നാടകം കളിച്ചിട്ട് പോയിട്ടെ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പ്രധാനമന്ത്രി? ഇല്ല. എന്നിട്ടാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് ഇനി വികസിത തിരുവനന്തപുരം പദ്ധതി അവതരിപ്പിക്കാൻ പോകുന്നത്. എന്ത് മണ്ടത്തരം അത്? നിയമപരമായിട്ട് പറ്റില്ല എന്നുള്ള വേറൊരു കാര്യം. അത് മേയർ തന്നെയാണ് ചെയ്യേണ്ടത്. അത് പിന്നെ R. ശ്രീലേഖ ഇനിയിപ്പം ജയിക്കുകയാണെങ്കിലും ഇനി അയോഗ്യത കൽപ്പിച്ചു കഴിഞ്ഞാൽ തേഞ്ഞ് R. ശ്രീലേഖയുടെ കാര്യം പോക്കാണ്. കാര്യം അവർ ആദ്യം തന്നെ IPS വെച്ചു. അവർ IPS ബുദ്ധിമുട്ടുന്നത് ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. ജനങ്ങൾക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് ഇപ്പൊ തന്നെ അവർ തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരന്റെ ഉള്ളിൽ ചില റിയൽ എസ്റ്റേറ്റ് മോഹങ്ങളുണ്ട്. അദ്ദേഹം ബേസിക്കലി അദ്ദേഹം അങ്ങനെയാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള മോഹങ്ങൾ നടപ്പിലാക്കാൻ തിരുവനന്തപുരം പോലെ ഏറ്റവും മികച്ച ഒരു സിറ്റി പുള്ളിയുടെ കയ്യിൽ ഉണ്ടാവണം. അതിനുവേണ്ടി നടത്തുന്ന കുൽസിത ശ്രമങ്ങളാണ് ശരിക്കും ഇതിന്റെ ഈ തിരുവനന്തപുരം ഞങ്ങൾ പിടിക്കും, ഞങ്ങൾ ഇത്ര പഞ്ചായത്തുകൾ എത്ര കാശ് മുടക്കിയാലും ഞങ്ങളെ പിടിക്കും എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിന് എനിക്ക് തോന്നുന്നില്ല. LDF-ന് തന്നെ ഒരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കാൻ കഴിയും. അതിന്റെ തുടർ ചലനമായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് പൊതു തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ പോകുന്നത്.